വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽ എക്സാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിൻ എക്സാം വരാൻ ഇനി ചുരുങ്ങിയ ദിവസം, വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ നമുക്ക് സിമ്പിളായിട്ട് 80 മാർക്കിൽ ഏകദേശം ഒരു 60-70ഓളം മാർക്ക് വാങ്ങാൻ പറ്റുന്ന, 60 ഷുവറായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ചുരുങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു 50-60 മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്താണ്. എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം പറയുന്നത്, നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന രീതികൾ വ്യത്യസ്തമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു ബൈഹാർട്ട് പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് പരമാവധി എഴുതിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ നല്ല പെട്ടെന്ന് സ്പീഡിലായിട്ട് എഴുതാനും അതുപോലെ തന്നെ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കാനും നിങ്ങൾക്ക് കൂടുതൽ സഹായിക്കും. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് മുതൽ +2 വരെ ക്ലാസ്സുകളിൽ എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് ഫോർമാറ്റുകൾ കൃത്യമായിട്ട് ഒന്നെങ്കിൽ നിങ്ങളെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലോ ഇതുപോലെ തന്നെ യൂട്യൂബിലോ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു കോമൺ ആയിട്ടുള്ള ഫോർമാറ്റുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ബൈഹാർട്ടായിട്ട് പഠിക്കുക, എഴുതിയിട്ട് ബൈഹാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം. വായിക്കുന്നത് ചിലപ്പം സ്പീഡാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സൈഡിൽ ഞാൻ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രൊഫൈലാണ്, ഏകദേശം 6 മാർക്കോളം വരുന്നത്. പിന്നെ ലെറ്റർ ജിമെയിൽ അല്ലെങ്കിൽ സ്പീച്ച് വരുന്നുണ്ട്. അപ്രീസിയേഷൻ ഓഫ് പോയം തരുന്നുണ്ട്. ഒരു പോയം തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക്, അഥവാ അവരെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ ട്രാവൽ എസ്സേയാണ്, നിങ്ങളൊരു യാത്ര പോകുന്നു അതിനെക്കുറിച്ചിട്ടുള്ള വിവരണം കാര്യങ്ങളൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ റിവ്യൂ വരാറുണ്ട്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എഴുതാൻ വരാറുണ്ട്. റിവ്യൂ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിലെ എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ മെയിൻ തീം എന്താണ് അല്ലെങ്കിൽ അതിലെ സ്റ്റോറി എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓതർ ആരാണ്, ഓതറിൻ്റെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ്. ചിലപ്പോൾ നോവലിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തുകാരോ സ്പെഷ്യലായിട്ടുള്ള റൈറ്ററോ ആയിരിക്കാം. അത് നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടർ ആരാന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പം ഓരോ ചാപ്റ്ററിലും ചിലപ്പം ഓരോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മനസ്സിലാക്കി വെച്ച 2 കാര്യം നിങ്ങൾക്ക് ഒന്ന് റിവ്യൂ എഴുതാം, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എസ്സേ വരാനും ചാൻസ് ഉണ്ട്. എസ്സേ വരാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ പാഠത്തിലും ഈ പറഞ്ഞ തീമും കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്സേ എഴുതുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്ററിലെയും ഓരോ മെയിൻ ക്യാരക്ടറും അതുപോലെ തന്നെ സബ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, തീമും കാര്യങ്ങളും മനസ്സിലാക്കുക, ചാപ്റ്ററിൻ്റെ പേരുകൾ, ഓതറിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച്, റിവ്യൂ, അതുപോലെ തന്നെ എസ്സേ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടി വി റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടോ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതിൻ്റെയൊക്കെ ഫോർമാറ്റ് കിട്ടും. ഈ പറഞ്ഞതുപോലെയുള്ള ഏകദേശം ഒരു 10ഓളം പറഞ്ഞിട്ടുണ്ട്. പ്രൊഫൈൽ തൊട്ടിട്ട് ടി വി റിപ്പോർട്ട് വരെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഇപ്പം ലെറ്റർ എഴുതുമ്പോൾ ഫ്രം ടു, അതുപോലെ തന്നെ തുടക്കത്തിലെ ട്രിയർ, അതുപോലെ തന്നെ ബാക്കി എന്താണ് എഴുതേണ്ടത്, ലാസ്റ്റ് എന്താണ് എഴുതേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ടി വി റിപ്പോർട്ടിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പീച്ചിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും. പ്രൊഫൈൽ നമ്മൾ 1-2 വാക്കുകൾ മാറ്റി കഴിഞ്ഞാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് നല്ല മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അഥവാ ഡേറ്റ് വരുന്ന സമയത്ത് ഓണാണോ ഇന്നാണോ ചേർക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ, ഹിസ്, അതുപോലെ തന്നെ അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ളത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന് ട്രാവൽ എസ്സേൻ്റെ, അതുപോലെ തന്നെ അപ്രീസിയേഷൻ്റെ, സ്പീച്ചിൻ്റെ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന, നമുക്ക് മലയാളത്തിൽ സ്പീച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിലൊക്കെ പറയാറുണ്ട് റെസ്പെക്റ്റഡ് ചെയർമാൻ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം. ഈ ഒരു 10ഓളം നമുക്ക് ഏകദേശം ഒരു 4 മാർക്ക് ആവറേജ് വെച്ച് കൂട്ടിയാൽ തന്നെ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 4 മാർക്ക് ആവറേജ് ആണ്, നമുക്ക് 8 മാർക്കിനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ പാർട്ടിൽ വരുന്ന ഒരു ഏരിയ ആണെന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ തന്നെ ഈഫ് ക്ലോസ് അതുപോലത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നായിട്ടായിരിക്കും വരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചും ഈഫ് ക്ലോസും സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. നമ്മളെ ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ